അത് കിട്ടും, തീർച്ചയായും കിട്ടും. അതിലെൻ്റെ കണ്ണുനീരുണ്ട്. ഒരു പെണ്ണിനെ എത്രയും മോശമായിട്ട് അവന് അമ്മയുണ്ട്, പെങ്ങളുണ്ട്, മക്കളുണ്ട്. അവർക്കുള്ളതേ എനിക്കുള്ളൂ. അവർക്ക് ചുരിദാറും ഷോളും ഇല്ലാത്തതാണ് കാണുന്നത്. അവർക്ക് കുറച്ച് കഴുത്തലം കാണിച്ച് ശരീരഭാഗം കാണിച്ചു കൊടുത്ത് അവർ നല്ലത്. ചുരിദാറിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ മോശം. എൻ്റെ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒരു ഭാഗം കണ്ടിട്ടുണ്ട്. ഞാൻ അത്രയും നല്ല രീതിയിൽ തന്നെയാണ്, ഞാൻ മാന്യമായിട്ട് തന്നെയാണ് നടക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചില്ലാതൊക്കെ വരും. അത് ഇങ്ങനെ ഇട്ടിട്ട് ഒരു പെണ്ണിന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കുടുംബത്തിനെ സ്നേഹിക്കാത്ത, കുടുംബത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ നീ അച്ഛനാണല്ലേ, ഹലോ അച്ഛ എന്ന് പറയുന്ന സ്വഭാവമുള്ള മനുഷ്യർ. കുഞ്ഞുമോൾ അങ്ങനെ അല്ല. ചില ചേച്ചിമാർക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഹോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിയൊക്കെ ചിരിച്ചിട്ട് കമന്റ് അടിക്കും. ഓ ദേ മുതുക്കന്റെ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അവര് പെണ്ണല്ല, എന്നെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല ഭാര്യ. കുഞ്ഞുമോക്ക് ഞാൻ സപ്പോർട്ടായിട്ടുണ്ട്. ഒരു പൊണ്ണാക്കും ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. പ്രാവശ്യം എല്ലാം പെട്ടെന്ന് തീർന്നു, എല്ലാം ഭംഗിയായിട്ട് തീർന്നു. അത് ശരിക്കും അമ്മയുടെ അനുഗ്രഹം തന്നെ. അത്രയും സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് ഇന്ന് പറയുകയും ചെയ്തു. ഇട്ട ഒരു ഇതേ ഇല്ല, ആ വെയിലും ഇതൊക്കെ എവിടെയോ പോയി, പെട്ടെന്ന് എല്ലാം റെഡിയായി കിട്ടി. ഇപ്പം മോളും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പൊങ്കാലയിടാൻ. എന്നെ ഏട്ടൻ്റെ അമ്മ, അപ്പ, ഏട്ടൻ, മോൻ, ഞാൻ എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഇടാൻ പറ്റി എന്നുള്ളതിന് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഇതുപോലെ ഇനി എല്ലാ വർഷവും ഇടാൻ പറ്റണം എന്നാണ് ആഗ്രഹം. എന്തായാലും സാധിക്കും. ഇല്ല, അല്ല പോയില്ലല്ലേ. എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. നാളെയുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അവർ വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡേറ്റ് തരാതെ കൊണ്ടൊക്കെ നിന്നാണ്. ഇന്നലെയാണ് പറഞ്ഞത് ഇന്ന് വർക്കില്ലാന്ന്. അത് സമാധാനമായി. അപ്പൊ ഇടാൻ പറ്റുമല്ലോ, അതിന് വലിയ ഭാഗ്യം. കാണുന്നവരോട് നിങ്ങളോട് ഒരു ചോദ്യം, പ്രണയിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. നമുക്ക് ഇഷ്ടമുള്ള അവരുടെ കൂടെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താലും 5 സെക്കൻഡ് പോലെ ഉണ്ടാവും. അത് എത്ര നമുക്ക് പിന്നെയും കിട്ടിയാലും നമുക്കത് പോരാന്ന് തോന്നും, ഇല്ലേ? സ്വന്തമായിട്ട് ജെന്യൂൻ ആയാൽ മതി, അപ്പൊ ശരിയായിക്കോ. കാരണം യു ഓൺലി അട്രാക്ട് തിങ്സ് ജസ്റ്റ് ലൈക്ക് യു. നമ്മൾ ഒരാളെ ചതിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചതിക്കാൻ നിന്ന് കൊടുക്കുന്നു എന്നർത്ഥം. നമ്മുടെ ഹൃദയം നല്ലതാണ്, അപ്പൊ നമ്മൾ ചതിക്കാൻ പറ്റും. നമ്മൾ അലവ് ചെയ്താൽ പറ്റും. നമ്മൾ അലവ് ചെയ്യുന്ന പോലെയാണ്. അത് അത്രയ്ക്ക് നമുക്ക് വിവരമില്ലാതെ ഒരാൾ നമ്മളെ പറ്റിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് നമുക്ക് ബ്രെയിൻ തന്നത് അർത്ഥമില്ലാണ്ടായി പോയി. ഇപ്പോൾ നേരത്തെ ഇത് തന്നെ എക്സാമ്പിൾ തന്നെ, ഇത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നു, ഈ പണിയില്ലാതെ ഫേക്ക് ഐഡിയും വെച്ചുകൊണ്ട് കള്ള പേരിൽ വന്നിട്ട് ചീത്ത വിളിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ആര് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്? കാരണം എഴുതുന്ന ഭാഷയും എവിടത്തെ ആൾക്കാരാണ്, അവരുടെ കോമൺ ഫ്രണ്ട്സ് ആരാണ്, ഇവരെന്താ ചെയ്യുന്നത്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഈ പറഞ്ഞ ഈ എന്താ നമ്മുടെ സ്പേസ് എക്സിന്റെ ആരാ, എലോൺ മസ്കിന്റെ കാലത്ത് ഈ ഒരു FBയിലെ ഫേക്ക് ഐഡി കണ്ടുപിടിക്കാനാണ് വലിയ കാര്യം. അതൊന്നും വലിയ കാര്യമല്ല. പക്ഷേ ഈ ഇത്രയും സമയം ചെലവാക്കി ഞങ്ങളുടെ കുടുംബത്തിനെയും ഞങ്ങളെയും ചീത്ത വിളിച്ച് തെറി വിളിച്ച് അയ്യോ ദേ വന്നു എന്നാൽ കാണണ്ട. കാരണം നിങ്ങൾക്ക് കാണാൻ എത്ര വൃത്തികെട്ട വീഡിയോസ് ഉണ്ട്, അതൊക്കെ കണ്ടോളൂ. നല്ലത് കണ്ടാൽ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ കാണാം. പക്ഷെ ഇല്ല, ഇത് മുഴുവൻ കണ്ടിട്ട് ലാസ്റ്റ് സെക്കൻഡ് വരെ കണ്ടിട്ട് കമന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും ആഹാരം ദഹിക്കില്ല. ഇതിനെന്ത് പറയും? ഇത് ക്രിമിനൽ മൈൻഡിലുള്ള ആളുകളാണ്. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ഇറ്റ് വിൽ ഓൺലി എഫക്ട് മീ ഇഫ് ഐ എം അലൗവിങ് ഇറ്റ് ടു എഫക്ട്. എന്നിത് എഫക്ട് ചെയ്യത്തില്ല. കാരണം ഞാൻ ഇവർക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ എഫക്ട് ചെയ്യും, അത് എഫക്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഓൺലി തിങ് ഇസ് ദാറ്റ് ഞാൻ അലൗ ചെയ്യാതെ എന്നെ ചതിക്കാനോ എന്നെ ഈ ചീത്ത വിളിച്ചങ്ങ് എന്തോ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിരിക്കുന്നവരൊക്കെ പൊട്ടത്തരാം. കുഞ്ഞുമോക്ക് ഞാൻ സപ്പോർട്ടായിട്ടുണ്ട്. കുഞ്ഞുമോക്ക് ഒന്നും ആവാൻ പോലില്ല. ബിക്കോസ് ഞാൻ കൂടെ ഉണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കൂടെ കുഞ്ഞുമോളും ഉണ്ട്. സോ വാട്ട് ക്യാൻ യു ഡു? ഒരു പൊണ്ണാക്കും ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. സിമ്പിൾ ലാംഗ്വേജ്. പൊണ്ണാക്ക് നല്ല പറയേണ്ടത് അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ആ ഭാഷ എനിക്ക് യൂസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അറിയാഞ്ഞിട്ടല്ല, ഞാൻ പഠിച്ച കോളേജസിൽ ഇതെല്ലാം നല്ല ഗംഭീരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ലോ അക്കാഡമി, ഞാൻ പഠിച്ച കോളേജസിനൊന്നും ഇതിന് പഞ്ഞൊന്നുമില്ല. നന്നായിട്ട് ഇവർ പറയുന്ന അതേ ഭാഷയിൽ ഇവരുടെ കുടുംബത്തിലെ ആൾക്കാരെ എല്ലാവരെയും എല്ലാ രീതിയിലും സംസാരിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ എനിക്ക് ഇവിടെ വീട്ടിൽ ഒരു അച്ഛനും അമ്മയുണ്ട്. എനിക്ക് അവരോട് മര്യാദയുണ്ട്, സ്നേഹമുണ്ട്. അതുകൊണ്ടാണ്. അവർക്കതില്ല. അവർക്ക് വീട്ടിലുണ്ടാവും, പക്ഷെ അവർക്ക് ആ സ്നേഹവും മര്യാദ ഇല്ലാത്തതുകൊണ്ടാണ്
നാട്ടിൽ കാണുന്ന ആൾക്കാരെ എന്തും ചീത്തയും പറയാം എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവരാരാണോ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് അവരുടെ കഴിവ്. കാരണം സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെ പോലും ചീത്തയായിട്ട്, കാരണം കുഞ്ഞുമോളെ കളിയാക്കുന്ന ലെവലില് അവർക്കും ഒരു ഭാര്യയോ പെങ്ങളോ മകളോ ഒക്കെ ഉണ്ടാവും. കുഞ്ഞുമോള് വേറൊരു ഇതിനകത്ത് പറഞ്ഞ് അവർക്ക് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് കിട്ടും. എന്നിട്ട് അവർക്ക് തോന്നുന്നുണ്ടാവും എനിക്കൊന്നും പറ്റിയില്ല, ഹാ ഹാ ഹാ. അവർക്കൊരു പെൺകുട്ടി ജനിക്കും, അത്രേ. ബാക്കി പിന്നെ അവർക്കറിയാം. വേറെ ഒന്നും ചെയ്യണ്ട, അവരത് മനസ്സിലാക്കും. നമ്മൾ ഈ വിഷമിക്കുന്ന സമയത്ത്, അതായത് കുഞ്ഞുങ്ങൾ വിഷമിക്കുന്ന സമയത്ത് ഇവരെ വിഷമിപ്പിക്കാനുള്ള ശ്രമമാണ്. പലപ്പോഴും അവർ വിജയിച്ചിട്ടുണ്ട്. അത് എൻ്റെ കഴിവുകേടായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഞാനത് അലവിയില്ല. ഐ വിൽ മേക്ക് ഹർ ഓൾ റൈറ്റ്. പക്ഷേ അങ്ങനെ വിഷമിച്ചിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഈ വിഷമം എന്ന് പറയുന്നത് ഒരു വൈബ്രേഷനാണ്. അത് അവരിലേക്ക് എത്താതിരിക്കില്ല. അത് കിട്ടുമ്പോൾ മനസ്സിലാവും. അതെന്തായാലും അവരെ കാണിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ജീവിച്ചോളാം. ഇവര് പറഞ്ഞാലും പറഞ്ഞില്ലേലും. ഈ ആദ്യത്തെ പൊങ്കാല എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ പൊങ്കാല ഒക്ടോബർ 30 വൈകുന്നേരമായിരുന്നു. കാരണം ഈ കമന്റിൽ അവർ പൊങ്കാലിട്ട് തുടങ്ങി ഞങ്ങളുടെ നെഞ്ചില്. അന്ന് തുടങ്ങിയതാ പൊങ്കാല. ഇതിപ്പോ ഒഫീഷ്യൽ ആർട്ടിക്കൽ പൊങ്കാലയാണെന്നുള്ളത്. പൊങ്കാലയ്ക്ക് ഒരു കുറവില്ല. ഞങ്ങളുടെ നെഞ്ചിൽ പൊങ്കാല തുടങ്ങി. ഇട്ടോട്ടെ. അപ്പൊ അങ്ങനെ ഇടുന്നവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എവ്രി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് കിട്ടും, തീർച്ചയായും കിട്ടും. അതിലെൻ്റെ കണ്ണുനീരുണ്ട്. ആ കണ്ണീരിന് ഒരു ശക്തി ഉണ്ടെങ്കിൽ എന്തായാലും തിരിച്ചടി കിട്ടും. ഒരു പെണ്ണിനെ എത്രയും മോശമായിട്ട്, ഇനി എന്നാന്നല്ല, ഇനി ഏത് പെണ്ണിന്, അവന് അമ്മയുണ്ട്, പെങ്ങളുണ്ട്, മക്കളുണ്ട്, അവർക്കുള്ളതേ എനിക്കും ഉള്ളൂ. അതിൽ ഞാൻ പറയുന്നത് ഈ കമന്റ് ചെയ്ത ആൾക്കാരുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഇങ്ങനെ ഒരു അനുഭവം വരാതിരിക്കട്ടെ. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ചുരിദാറിട്ട് ഷാൾ ഇടാണ്ട് ഒരു റീൽ ചെയ്ത് കഴിഞ്ഞാൽ പെണ്ണ് മോശം എന്നുള്ള രീതിയിലാണ് കമന്റ് ബോക്സിൽ വരുന്നത്. അല്ല, അവര് കാണുന്ന റീൽസിൽ നല്ല സ്ത്രീകളായിട്ട് അവർ കാണുന്നത് ഇങ്ങനെയല്ല. അവർക്ക് ചുരിദാറും ഷോളും ഇല്ലാത്തതാണ് കാണുന്നത്. അവർക്ക് കുറച്ച് കഴുത്തലം കാണിച്ച് ശരീരഭാഗം കാണിച്ചു കൊടുത്താൽ അവർ നല്ലത്. ശരീരത്തെ ഒരു ചുരിദാറിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ മോശക്കാർ. നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളിപ്പോൾ എല്ലാം ശ്രദ്ധിച്ചങ്ങ് പോയി എന്ന് വരില്ല. എൻ്റെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗം കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്. ഒരു സാരി ഉടുക്കുമ്പോഴായാലും ഞാൻ അത്രയും നല്ല രീതിയിൽ തന്നെയാണ്, ഞാൻ മാന്യമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചില്ലാതൊക്കെ വരും. അത് ഇങ്ങനെ ഇട്ടിട്ട് ഒരു പെണ്ണിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാപം എന്തായാലും, എൻ്റെ മനസ്സ് ഒരുങ്ങിയിട്ടുണ്ട്, അതെന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തന്നെ കിട്ടും, നിങ്ങളുടെ കുടുംബത്തിന് കിട്ടും, ഉറപ്പാണ്. ഞാനല്ലേ അത്രയും വിഷമം കൊണ്ട് പറഞ്ഞതാണ്. ഇത്രയും ഒരു പെണ്ണിനെ അത് മാത്രം എടുത്ത് പറഞ്ഞ് ഒന്നിന് ഫുൾ വന്ന കമൻറ്റ് അത് മാത്രമായിരുന്നു. ചില സമയത്ത് ചാനലുകാരോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാറ്, പ്ലീസ് ആ വീഡിയോ ഒന്ന് ഞങ്ങൾക്കത് മാറ്റാൻ സൗകര്യമില്ല, ഡിലീറ്റ് ചെയ്യുന്നില്ല അവര്. അപ്പൊ അവർക്കത് എന്താണ്, കൂടുതൽ ആൾക്കാർ ഇങ്ങനത്തെ ചീത്തയാണ് കാണുന്നതെന്ന് അറിഞ്ഞിട്ടാണ്. അതറിയാം അവർക്ക്, അതിനകത്ത് അതുണ്ടെങ്കിൽ കുറച്ച് കൂടി ആൾക്കാർ അത് കാണും. അപ്പോൾ കുറച്ച് അവർക്ക് വ്യൂസൊക്കെ കൂടും, ഇങ്ങനെ കിട്ടും. പക്ഷെ തെറി പറ്റിയും കിട്ടുന്നത്, ഞാനൊരു പെണ്ണാകുമ്പോൾ എനിക്ക് അതിൻ്റെതായ വിഷമമുണ്ട്. ഉണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഡോക്യുമെന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ആൾക്കാരുടെ എണ്ണം കൂടുതലായത് കാരണം സ്പെസിഫിക് ആയിട്ട് ഓരോന്നിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ആദ്യം കംപ്ലയിൻറ്റ് ലെവലിൽ പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത്, ഇവർക്ക് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വേറെ പേര് കണ്ടുപിടിച്ച് അങ്ങനെയൊന്നും ആവശ്യം വരില്ല. ഒരു നമ്പർ, ഒരു വൈഫൈ ഇതും ഇല്ലാത്ത പ്രോപ്പറായിട്ട് ആഹാരം കൊടുത്ത് സെക്യൂർഡായിട്ട് അവർക്ക് ഫുൾ സെക്യൂരിറ്റിയോടുകൂടെ താമസിക്കാൻ ഒരു സ്ഥലം, അതെല്ലാം ഞാൻ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ജയിലെന്ന് പറയുന്നത് കാരണം ഒരാളെങ്കിലും ശിക്ഷിക്കപ്പെട്ടാൽ ഇതിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവും. ഇത് വേറൊന്നും കൊണ്ടല്ല. കുഞ്ഞുമോക്ക് ഞാനുണ്ട്, വേറെ എത്ര ആൾക്കാർ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഫേസ് ചെയ്യില്ല. കേരളത്തിൽ സൂയിസൈഡ് റേറ്റ് കൂടുതലാണെന്ന് പറയുന്നത്. ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എനിക്ക് നന്നായിട്ട് അറിയാം ആരൊക്കെ സ്ട്രെസ് ആയിട്ട് വരുന്നതെന്ന് അറിയാം. ഇതുപോലത്തെ ആൾക്കാരും റീസൺ ആവില്ലേ? നാണമില്ലേ? മനുഷ്യരാകുമ്പം മനുഷ്യത്വമെങ്കിലും വേണ്ടേ? ഈ അഫ്വാന്റെ കേസിൽ ഇത്ര പേരെ കൊന്നു എന്ന് പറയുന്നൊക്കെ ഈ ഫേക്ക് ഐ ഡി വെച്ചിട്ട് ഈ ഡയലോഗ് അടിക്കുന്ന ആൾക്കാർ കൊല്ലാൻ നടക്കുന്ന പോലെ പുറകെ നടന്ന് കൊല്ലുന്നുണ്ടല്ലോ. അതൊന്നും തെറ്റായിട്ട് എന്തുകൊണ്ടാണ് കാണാത്തത്? അത് പറയാൻ ചില ചേച്ചിമാർക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഹോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിയൊക്കെ ചിരിച്ചിട്ട് കമൻ്റ് അടിക്കും. അത് ചേച്ചിമാരല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരു പെണ്ണും അങ്ങനെ ചെയ്യില്ല. പെണ്ണാണെങ്കിൽ ചെയ്യില്ല. പെണ്ണിൻ്റെ പേര് വെച്ചിട്ട് അതിൻ്റെ കൂടെ വന്നിട്ട് ദേ മുതുക്കൻ്റെ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും.
അവർ പെണ്ണല്ല. ശരിക്കും ഇനി അവർ പെണ്ണാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ത്രീത്വമില്ല എന്നർത്ഥം. ഈ പുരുഷന് പുരുഷത്വം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വിഷമമുണ്ടാകും. സ്ത്രീക്ക് സ്ത്രീത്വം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ അഭിമാനമായിട്ടാണ് കരുതുന്നത്. ഞാനൊരാണാണ് എൻ്റെ കുടുംബത്തിൽ. നാണമില്ലേ അത് പറയാൻ? പെണ്ണ് പെണ്ണായിട്ടിരിക്കണം, ആണായിട്ടിരിക്കണം. അത് ആരും കുറവും കൂടുതലൊന്നും അല്ല. എനിക്ക് കുഞ്ഞുമോൾ എൻ്റെ ഈക്വൽ, എൻ്റെ കോ എക്സിസ്റ്റൻറ്റ് പാർട്ട്ണറാണ്. എൻ്റെ ഡിപ്പെൻഡൻറ്റും അല്ല, കംപ്ലീറ്റ് എൻ്റെ ഡോമിനൻറ്റും അല്ല. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ്. എന്നെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല ഭാര്യ. ഭരിക്കപ്പെടേണ്ടവളോ ഭരിക്കുന്നവളോ അല്ല ഭാര്യ. ഭാരം ഒരുമിച്ച് തൂക്കാൻ റെഡിയാവുന്ന, ഇരുട്ടിനെ ഒരേ സമയത്ത് നേരിടാൻ കഴിയുന്ന, ഇരുട്ടുള്ള സമയത്ത് കൂടെ ഉണ്ടാകുന്ന, പ്രകാശമായിട്ട് നിൽക്കുന്ന ഒരാൾ. അക്ഷരാർത്ഥത്തിൽ ഭ എന്ന് പറഞ്ഞാൽ വെളിച്ചം, രാ എന്ന് പറഞ്ഞാൽ ഇരുട്ട്, യ എന്ന് പറഞ്ഞാൽ ഉള്ളത്. അതായത് ഇരുട്ടിൻ്റെ സമയത്ത് വെളിച്ചമായിട്ടുള്ളവൾ ഭാര്യ. ആ വെളിച്ചം കൊടുക്കേണ്ടവൻ ഭർത്താവ്. ഇത്രയും ഭംഗിയായിട്ട് നമുക്കൊരു ഭാഷയും ഒരു സംസ്കാരവും ഉണ്ടായിട്ട് ഇതേ ഭാഷയും കൊണ്ടിട്ടാണ് ഇവർ ഇറങ്ങുന്നത്. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത കുറേ ആൾക്കാർ. എന്തായാലും എല്ലാ വർഷവും ഇതേപോലെ പൊങ്കലിടാൻ സാധിക്കട്ടെ. ഏത് പൊങ്കലയുടെ കാര്യം പറഞ്ഞു? അതോ അത് ഷുവർ. അല്ല, നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ പൊങ്കാലിടാൻ. അല്ല, ക്യാപ്ഷനിലാണ് അവരിട്ട് ഇതാക്കുന്നത്. നല്ല നല്ല ക്യാപ്ഷൻ തലക്കെട്ടെല്ലാം കൊടുക്കുമല്ലോ നല്ല രീതിയിൽ. ഇത് ആണ് ഇന്ന് ഒരു ചാനലില് വന്നിട്ട് കാണിച്ചു തന്നു ക്യാപ്ഷൻ, ഞങ്ങൾ ഇടാൻ പോകുന്ന ക്യാപ്ഷൻ പൊട്ടിത്തെറിച്ചു ദിവ്യ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. എന്നോട് നീ പൊട്ടിത്തെറിച്ചോ? നമ്മൾ എവിടെ അല്ല ക്യാപ്ഷൻ കിട്ടിയാണ്. ഈ മറ്റേ വഴി റിമൂവ് ചെയ്യാലോ, ചെയ്യാം. പക്ഷെ അതിന്റെ പ്രോസസ്സ് വളരെ വലുതാണ്. അവർ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് ചേർന്നതാണെന്ന് പറഞ്ഞ് തിരിച്ചു റിപ്ലൈ അയക്കും. എന്നിട്ട് അതിനങ്ങനെ ഇരിക്കാൻ സമയം. കാരണം അവർക്കും വ്യൂസ് കൂടുമ്പോൾ അവരുടെ ആഡ് സെല്ലിങ് നടക്കുന്നുണ്ട്. തെറ്റ് പറയാനൊന്നുമില്ല. അവരുടെ ജീവിതമാർഗം. പക്ഷെ കണ്ടവനെ നെഞ്ചിൽ പൊങ്കാലയിട്ടിട്ടല്ല ജീവിക്കേണ്ടത്. അല്ല, ഇപ്പം എന്താണ് വീഡിയോസ് എടുക്കേണ്ടത് നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നമ്മൾ എടുത്തതിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വീഡിയോ അത്രയും എന്നല്ല, എന്നാലും മോശം നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തോന്നും. അപ്പോൾ അത്രയും സഹായിച്ച് അവരോട് നമ്മൾ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല, പിന്നെ ഇതൊന്നും വലിയ കുഴപ്പമില്ല. അവർക്ക് കുഴപ്പമില്ല, അവർക്ക് ആൾക്കാർ കാണും, അവർക്ക് ലൈക്കും കമൻറ്റും കുറേ കിട്ടും, വ്യൂസ് കൂടുന്നു പറഞ്ഞിട്ട് അത്രയും അത് നല്ല ഒരു എന്നാൽ ഷോക്ക് പോലെ പോയി. നമ്മൾ ഇത്രയും അവരോട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് ആ ഒരു വീഡിയോ, അവരൊരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിൽ ഒരു വീഡിയോ ആണ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതവർ ചെയ്തില്ല. അപ്പോൾ സങ്കടമുണ്ടോ അറിയാതെ അത് റിപ്പോർട്ട് ചെയ്ത് വെറുതെ പ്രശ്നമാക്കി, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് ഒരു സ്ട്രൈക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വേണേൽ ചെയ്യാം. അറിയാഞ്ഞിട്ടല്ല. പോട്ടെ, നമുക്ക് ഡയറക്റ്റ്. പിന്നെന്താ, എനിക്ക് ഈ മീഡിയക്ക് മുന്നിൽ അഭിനയിക്കാൻ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ. ഞാൻ ചിലപ്പോൾ ചിരിച്ചു കളിച്ച്, ചിലപ്പം ഓടിച്ചാടി, അല്ലെങ്കിൽ ഒന്ന് അങ്ങനെയൊക്കെ എനിക്കറിയുള്ളൂ. ഞാൻ വളർന്നത് അങ്ങനെയാണ്. പിന്നെ എനിക്ക് കിട്ടാത്ത കുറേ സ്നേഹവും ഇതൊക്കെ കിട്ടുമ്പോൾ ഞാൻ ആ ഒരു ഇത് മറന്ന് കളിക്കുകയാണ്. അതിപ്പം ഇവര് മുമ്പിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണം. അല്ല, ഞാൻ പറയുന്നത് നീ പറയാണ് എനിക്ക് എന്താണ് എന്തോ അസുഖമുള്ള പോലെയുണ്ട് ഇവളെ കണ്ട, എന്തോ ഇത് എനിക്കറിയില്ല എന്താണ്. എനിക്ക് ഞാനാവാനല്ലേ പറ്റുള്ളൂ. എനിക്ക് വേറൊരാളാവാൻ പറ്റും. എനിക്ക് അവരുടെ മുമ്പിൽ തൃച്ചംബരം ക്ഷേത്രത്തിൽ പോയപ്പോൾ കൂട്ടുകാരെ കണ്ട് തുള്ളിച്ചാടി. അത് കൂട്ടുകാരെ അല്ല, അമ്മയും ചേട്ടനും ഏട്ടനും അവരെ കണ്ടതിന്റെ ഒരു ഇതില് അവരെ കുറേ ദിവസം കഴിഞ്ഞ് അവിടെ ആ ക്ഷേത്രത്തിൽ നടുവിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലെ കൊച്ചു കുട്ടിയോ ഇതായിട്ട് കാണുമ്പോൾ ഞാൻ കണ്ടറിയാം, ആ വീഡിയോ കണ്ടറിയാം. ഞാൻ ശരിക്ക് ഏട്ടനെ കൈ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അവരെ കാണുന്നത്. എനിക്ക് തിരിഞ്ഞപ്പോൾ കൈ ഇളക്കിയപാട് ശരിയാ ഓടി ഇങ്ങനെ ചാടിക്കൊടുത്തു. എന്നിട്ടാണ് അവരെ മുമ്പിൽ സംസാരിച്ചത്. കുടുംബത്തിനുള്ള സ്നേഹമാണ്. അതിനെ കളിയാക്കുന്നവർക്ക് അതില്ല. ഐ പിറ്റി ദം. കുടുംബത്തിനെ സ്നേഹിക്കാത്ത, കുടുംബത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ നീ അച്ഛനാണല്ലേ, ഹലോ അച്ഛ എന്ന് പറയുന്ന സ്വഭാവമുള്ള മനുഷ്യർ. കുഞ്ഞുമോൾ അങ്ങനെ അല്ല. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അമ്മയെന്ന് പറഞ്ഞ് തുള്ളിച്ചാടും. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് സംസാരിക്കുന്നത് പോലും ചിലപ്പോൾ ഈ പല ഇൻ്റർവ്യൂസ് എടുത്താലും മനസ്സിലാവും ഞാൻ പറയുന്നത്. ഞാനത് ഫുള്ളായി പറഞ്ഞു എന്ന് എനിക്ക് തോന്നും. പക്ഷെ ഞാൻ തന്നെ കാണുമ്പോൾ അയ്യോ ഞാൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. കാരണം എൻ്റെ സംസാര രീതി അതാണ്. എനിക്ക് അങ്ങനെ അറിയുള്ളൂ പറയാൻ വേണ്ടി. ഇതിപ്പം ഞാൻ പറഞ്ഞെടുക്കുന്നതാണ്. നോർമലി പറയുകയാണെങ്കിൽ ഇതും കൂടി വരൂല സംസാരിക്കുമ്പോൾ. കളിയാക്കുന്നവർക്ക് അറ്റ്ലീസ്റ്റ് ചോദിക്കണം, ഈ വീഡിയോയിലുള്ളത് ആരാണ്, എന്തിനാ ചാടിയത്?
അതാണ് ഒരു പ്രോപ്പർ ഒരു മീഡിയ പേഴ്സൻ്റെ ഒരു അയാളുടെ ഡ്യൂട്ടിയാണ്. എല്ലാതും ഒരു വീഡിയോ കിട്ടി, ഇത് ചാടുന്നു, നമുക്കിപ്പോൾ പണി കൊടുക്കാം എന്ന് പറഞ്ഞ് പണിയാൻ നടക്കുന്നതല്ല. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പൊങ്കാല കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ മുന്നേ രണ്ടുപേരും സെപ്പറേറ്റ് പൊങ്കാല ഇട്ടിട്ടുണ്ടോ? രണ്ടുപേരും ഇട്ടിട്ടുണ്ടോ? ഇപ്പൊ എന്ത് തോന്നുന്നു ഒരുമിച്ച്? സന്തോഷം തോന്നുന്നു, നല്ല സന്തോഷം. പിന്നെ ഒന്ന് ഈ പൊങ്കാലയെ കാണുന്നത് ഞങ്ങൾക്ക് എന്താണ് ഒരു ഭക്തിയോടുകൂടി ചെയ്യാൻ സാധിക്കുന്ന ഒരു ആക്ടിവിറ്റി. ഇത് ഒരു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ആക്ടിവിറ്റി. ഒരു 60 രൂപയ്ക്ക് ഒരു കലവും 3 ഇഷ്ടികയും കുറച്ച് കൊതുമ്പും കുറച്ച് ചൂട്ടും 3 പിടി അരിയും ശർക്കരയും തേങ്ങയും കുറച്ച് വെള്ളവും ഉണ്ടെങ്കിൽ ഭഗവതിക്ക് ഒരു നേർച്ചയായിട്ട് നമുക്ക് തന്നെ നൈവേദ്യം കൊടുക്കാം എന്ന് പറയുമ്പോൾ അതത്ര റീച്ചബിളാണ്. അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു പ്രസാദം ഉണ്ടാക്കി ആ പ്രസാദം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും കൊടുത്ത് സന്തോഷിക്കാൻ സാധിക്കുന്നൊരു കാര്യം, അതും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം, പുരുഷന്മാരുടെ ശബരിമല എന്ന് പറയുമ്പോൾ തന്നെ ഇനിയിപ്പോൾ അടുത്ത ആൾക്കാർ വേറെ ലെവലിലാണ് സംസാരിക്കുന്നത്, ബിക്കോസ് അവിടുത്തെ റെസ്ട്രിക്ഷൻ ഇൻ എൻട്രി എന്നുള്ള ആ ഒരു ഇഷ്യൂ ഒക്കെ. പക്ഷേ ഇവിടെ ഓരോ വർഷം കഴിയുന്തോറും തിരുവനന്തപുരത്തിൻ്റെ പിന്നെയും ഔട്ട്സ്കേർട്സിലേക്ക് നീങ്ങി പൊങ്കാലയടുപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. പേരൂർക്കട, കവടിയാറ്, അവിടെ എല്ലാം പൊങ്കാലയടുപ്പ് ഇപ്രാവശ്യമുണ്ട്. അപ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിശ്വാസം ഇങ്ങനെ കൂടി ഇങ്ങനെ വരുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെറുപ്പകാലത്ത് തങ്കയങ്കി ചാർത്തുന്നതിന് മുന്നേ ആറ്റുകാലമ്മയുടെ ഒറിജിനൽ വിഗ്രഹം കണ്ടു തുടങ്ങിയ ആ കാലം തൊട്ട്, ചെറിയൊരു അമ്പലമായിരുന്നു ആ സമയം തൊട്ട്. ചെറുതെന്നല്ല, ഞാൻ കാണുമ്പോഴും ഇത്ര തന്നെ വലുത്, പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ചെയ്തിട്ടില്ല, പുറത്തുള്ള ആ ഇതൊന്നും വന്നിട്ടില്ല, ഈ പാടങ്ങളൊന്നും നികത്തിയിട്ടില്ല. അങ്ങനെ ഒരു അമ്പലമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ കണ്ടൊരു സമയം തൊട്ട് വിശ്വാസം കൂടി വന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് അമ്മയ്ക്ക് വേണ്ടിയിട്ട് പൊങ്കാല ഇടാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടായിരുന്നു. ശരിക്ക് ഇത് എന്താ സംഭവം? അതായത് ആഗ്രഹം സഫലമാവാൻ വേണ്ടിയിട്ട് ആണോ ചെയ്യുന്നത്? എങ്ങനെ? പല ആൾക്കാരും പല രീതിയിൽ. ഞാൻ പറയുന്നത് ഒരിക്കലും ഇതൊരു ട്രേഡ് അല്ല. അതായത് നീ എനിക്ക് കാറ് വാങ്ങിച്ചതാ, എന്നാൽ നിനക്ക് പായസം വെച്ച് തരാം, കൊള്ളാലോ. അങ്ങനെ ദൈവത്തിന് നമ്മൾ വിലക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്കൊന്നും നമ്മൾ വളർന്നിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ഈ പ്രശ്നം തീരട്ടെ ഞാനിടാം, അങ്ങനെയല്ല. ഇതൊരു താങ്ക്സ് ഗിവിങ് പോലെ. അതായത് എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ലൈഫിൽ കുറേ ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ടാവും. അവൻ ഭക്തിയോടുകൂടി നമ്മൾ പറയുകയാണ്, ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഇതിയൊക്കെ ഞാൻ ഇക്കൊല്ലം ഞാൻ വന്ന് പൊങ്കാലിട്ടോളാം, അല്ലെങ്കിൽ 101 കൊല്ലം ഞാൻ പൊങ്കാലിട്ടാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നേർന്നിട്ടാണ് പലരും ചെയ്യുന്നത്. അതല്ലാതെ ഭക്തിയായിട്ട് ഇന്ന് അമ്മയ്ക്ക് നിവേദ്യം വെക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്. സോ ആവശ്യത്തിനും ആവശ്യമല്ലാത്ത ഭക്തിയോടുകൂടിയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇത് ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. കഥയനുസരിച്ച് ഇതിൻ്റെ ലെജൻഡ് പറയുന്നത് കണ്ണകി വന്നു എന്ന് തന്നെയാണ്. കണ്ണകിയാണ് ഭഗവതിയുടെ രൂപത്തിൽ ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. കൊടുങ്ങല്ലൂരും അതുപോലെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവതി വന്ന് ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയപ്പം പെട്ടെന്ന് തന്നെ അവിടെ 3 കല്ല് കൂട്ടിയിട്ട് അവിടെ കൊതുമ്പ് ഉണ്ടായിരുന്നത്, അവിടെ ആ കൊതുമ്പ് കത്തിച്ച് കലത്തിൽ വെള്ളം വെച്ച് 3 പിടി അരിയും ശർക്കരയും തേങ്ങയും ചേർത്ത് ഭഗവതിക്ക് പൊങ്കാല ഉണ്ടാക്കി കൊടുത്തു എന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, ഭഗവതി വന്ന ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ മരത്തിൽ തന്നെ അങ്ങനെ തന്നെ നിന്നു എന്നാണ് വിശ്വാസം. ആ ഇരുന്ന് ആ ആൽത്തറയിൻ്റെ അവിടെ. ഈ വിശ്വാസത്തിന് എതിരെ പറയല്ല, എന്നാലും ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട്, അതായത് ഇപ്പോ ഈ എലോൺ മസ്കിനെ പോലുള്ള ആൾക്കാർ സ്പേസ് എക്സ് വഴി ഈ പറഞ്ഞ പോലെ ചന്ദ്രനിലേക്കൊക്കെ ആളെ എത്തിക്കുന്ന ആ ഒരു ടെക്നോളജി വരെ എത്തി നിൽക്കുന്ന സമയത്ത് ഇപ്പോഴും ഇത്തരം ആളുകൾ ഈ പറഞ്ഞ പോലെ വിശ്വാസം, കുറെ ആളുകൾ, അതായത് മുന്നുള്ളേക്കാളും കൂടുതൽ ആൾക്കാർ വിശ്വാസം എന്നുള്ള രീതിയിൽ വരുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അത് നല്ലൊരു ചിന്താഗതിയാണോ അതോ അത് നല്ലതും ചീത്തയെന്നൊന്നും ഞാൻ പറയില്ല. ഇലോൺ മസ്ക് വരുന്നതിന് മുന്നേയും ഇനി ഇലോൺ മസ്ക് മരിച്ചു കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞാലും പ്രസവം 9 മാസത്തിലാണ്. അത് ബഹിരാകാശത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് 2 മാസത്തിൽ ചുമ്മാ അല്ലെങ്കിൽ ഒന്ന് തുമ്മുമ്പോൾ കുഞ്ഞ് ജനിക്കുന്ന അതായിട്ടില്ല. മനുഷ്യൻ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. അതേ 5.5 ലിറ്റർ ബ്ലഡും അതേപോലെ വൈറ്റൽ കപ്പാസിറ്റി 6 ലിറ്ററിൻ്റെ എയറും അതേ ലങ്സ് തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നമുക്ക് ഗിൽസ് ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിനകത്ത് പോകാനും പറ്റും. വിശ്വാസം എന്ന് പറയുന്നത് വേറെ രീതിയിലാണ്. ഇതേ ഇലോൺ മസ്കിൻ്റെ നാട്ടിൽ ബറാക്ക് ഒബാമയുടെ ടേബിളിൽ എന്തിനാണ് ഒരു ഗണപതിയും ഹനുമാനും ഉണ്ടായിരുന്നത്? അപ്പോഴൊന്നും അവരുടെ അടുത്ത് ആരും ചോദിക്കില്ല. ഇവിടെ പൊങ്കാലയിടാൻ വരുന്ന സാധാരണ ഒരു ഫാമിലിയോട് നമുക്ക് തട്ടിക്കറി അവരുടെ നെഞ്ചിൽ പൊങ്കാലയിടാം. പക്ഷെ ബറാക്ക് ഒബാമ ഗണപതിയും ഹനുമാനും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും, ഓഹ് എന്ത് നല്ല മനുഷ്യൻ.
അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത് വി ആർ ജസ്റ്റ് ഹിപ്പോക്രിറ്റ്സ്. നമുക്ക് വിശ്വാസത്തിന് വിശ്വാസമായിട്ടും സയൻസിന് സയൻസായിട്ടും കാണും. ഞാൻ സയൻറ്റിഫിക് ആയിട്ട് പല കാര്യങ്ങളും നോക്കാറുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് വിശ്വാസത്തിൽ കുറവൊന്നുമില്ല. ഞാൻ പഠിച്ചത് എൻ്റെ സയൻസ് ഏതാണോ ആ സയൻസിന് ഞാൻ ഫുള്ളായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ വിശ്വാസത്തിൽ ആ കുറവൊന്നും വരത്തില്ല. അന്ധവിശ്വാസമാവില്ല എന്നേ ഉള്ളൂ. അന്ധമായി അല്ല ഞാൻ വിശ്വസിക്കുന്നത്, കാരണത്തോടുകൂടി തന്നെ വിശ്വസിക്കുന്നു. കാരണം ദർ ഇസ് എൻ അൾട്ടിമേറ്റ് എനർജി. ഇപ്പോൾ ജനീവയിലുള്ള കൊളാഡ്രനിൽ അവിടെ ഗോഡ് പാർട്ടിക്കിൾ എന്തിന് പേര് കൊടുക്കണം? അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പേര് വെച്ചിട്ട് അവർക്ക് ആ പാർട്ടിക്കിൾ പേരിടാമായിരുന്നു. പക്ഷെ അവർ ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞത് ആ പ്രോട്ടോൺ ന്യൂട്രോൺ ആ ഫ്യൂഷൻ റിയാക്ഷനിൽ ആ ഉണ്ടാകുന്ന പാർട്ടിക്കിളിനെ അവർ ഗോഡ് പാർട്ടിക്കിൾ എന്ന് വിളിച്ചു. സോ എന്തോ ഒരു ശക്തി അതുണ്ട്, ഇല്ലേ? വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അത്രയേ ഉള്ളൂ. ഹിന്ദുവിസം അത്രേ പറയുന്നുള്ളൂ. ഹിന്ദുവിസം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. സനാതനധർമ്മം അത്രേ പറയുന്നുള്ളൂ. ദർ ഇസ് നോ ഹിന്ദുവിസം. അത് ഒരു ആംഗ്ലസൈസ്ഡ് വാക്കാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ കണ്ടുവരുന്നത് ഇപ്പൊ കുംഭമേളയൊക്കെ കണ്ടില്ലേ, എന്തോരം ആളുകൾ ഈ പറഞ്ഞ പോലെ ആയിക്കോട്ടെ, അതിന് ഈ പറഞ്ഞ പോലെ അതിലെന്താണ് കുംഭമേളയ്ക്ക് എന്തെങ്കിലും പ്രശ്നം? അല്ല, പ്രശ്നമല്ല. ഒരു സൈഡ് ആളുകൾ ഇതൊക്കെ ഫേക്കാണ് അങ്ങനെ ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ കുറെ പേര് ഈ പറഞ്ഞ പോലെ അതിനെ എതിർക്കുന്നു. ഞങ്ങൾ തമ്മിൽ കൊള്ളില്ല, എൻ്റെ ബെഡ്റൂമിലെ പെർഫോമൻസ് കൊള്ളില്ല എന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ അത് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻസിൽ തന്നെയാണ് വരുന്നത്. ഞങ്ങൾ ഡിവോഴ്സായി എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കുറേ പണിയില്ലാത്ത ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യനെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഭാര്യ എന്നെ വിശ്വസിക്കുന്നു. ഈ കണ്ട കമൻ്റ് അടിക്കുന്ന ഈ പണിയില്ലാത്ത ആൾക്കാർ, ഫേക്ക് ഐ ഡി വെച്ചുകൊണ്ട് വരുന്നവർ, കള്ളത്തരം പറഞ്ഞുകൊണ്ട് വരുന്നവർ, ഇവരെ ഞങ്ങൾക്ക് വി ആർ നോട്ട് ബോതേർഡ്. അതേപോലെ ശരിയായ വിശ്വാസി ആരെന്ത് ചീത്ത പറഞ്ഞാലും ഓ അങ്ങനെയാണോ, നിങ്ങളുടെ വിശ്വാസം അങ്ങനെയാണോ, ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് പോകത്തേ ഉള്ളൂ. ഹി വിൽ നോട്ട് ഗെറ്റ് അജിറ്റേറ്റഡ്. കാരണം വിശ്വാസം എൻ്റെയാണ്. പക്ഷെ ഈ ഹാഫ് ബേക്ക് നോളജ് ഉള്ള ചെറിയ വിശ്വാസികളുണ്ടാവും. അവർക്ക് ഉടനെ ദേഷ്യം വരും. അവർ ഞങ്ങൾ റിയാക്ട് ചെയ്യും, ഞങ്ങൾ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. ഒന്നുമില്ല. കാരണം ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ വിശ്വാസത്തിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. എത്രയോ കാലമായിട്ട് എൻ്റെ സയൻറ്റിഫിക് പേപ്പേഴ്സ് കൂടുതലും ഇന്ത്യൻ സ്ക്രിപ്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ടൊറൻറ്റോയിൽ പ്രസൻറ്റ് ചെയ്ത പേപ്പറിൽ രാമായണത്തിൽ രാവണനും വിഭീഷണനും കുംഭകർണനും ശൂർപ്പണഖയും സൈക്കോളജിയുമായിട്ട് എങ്ങനെയാണ് ലിങ്ക് എന്നാണ് എൻ്റെ പേപ്പർ. അതിന് ബെസ്റ്റ് സ്പീക്കർ അവർ എന്തിനു തരണം? അത് തന്നെ ഞാൻ റോമിൽ പ്രസൻറ്റ് ചെയ്ത പേപ്പർ ഭഗവത്ഗീതയിൽ 143 തവണ മനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സൈക്കോളജിയും ഭഗവത്ഗീതയും തമ്മിലുള്ള ലിങ്കാണ് ഒരു പേപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തത്. അതെന്തിനവർ കേൾക്കണം, എന്തിനവർക്ക് ഇഷ്ടപ്പെടണം, എന്തിനവരെന്നെ മൂന്നാമത് ന്യൂയോർക്കിൽ നടന്ന സെമിനാറിന് ഇൻവൈറ്റ് ചെയ്യണം? അന്ന് പോകാൻ പറ്റിയില്ല. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കോഡിംഗ് ടെക്നിക്ക്, ഇന്ത്യയിലെ കോഡിംഗ് ടെക്നിക്ക് വാസ് വെരി ഗുഡ്. വിശ്വാസത്തിൻ്റെ പേരിൽ അവർ സയൻസും സൈക്കോളജിയും ഫിലോസഫിയൊക്കെ വളരെ ഈസി ആയിട്ട് പഠിപ്പിച്ചു. നമുക്കതിനെ പുച്ഛം. അപ്പോൾ ആ പുച്ഛിക്കുന്നൊരു പുച്ഛിച്ചോട്ടെ, ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. ഇപ്പോൾ മാഡത്തിന് ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാന്ന് പറയുമല്ലോ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു റിലീഫ് കിട്ടുന്ന പോലെ തോന്നുന്നു? കിട്ടിയിട്ടുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇല്ല കാര്യമാണ്. ഇപ്പം അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് ഞാൻ പറയില്ല. അത് ഞാൻ പ്രാർത്ഥിച്ചത് എന്താണോ അത് ഇപ്പം നടന്നു. അതെൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, അതെനിക്ക് നേടിത്തന്നു. എൻ്റെ ഗ്രാൻഡ് മദറുടെ സിസ്റ്റർ, അവർക്കിപ്പോൾ ഷി ഷുഡ് ബി നിയർലി 90, 85, 86 ആ റേഞ്ചിൽ. അവരെപ്പോഴും പറയുമായിരുന്നു, വീട്ടിൽ ആറ്റുകാലമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് ആ മുഖത്തിൽ ഉള്ള ഭാവം വെച്ചിട്ടാണ് അവർ ഡിസൈഡ് ചെയ്തത്. അവരുടെ മനസ്സിൻ്റെ വിശ്വാസമാണ്. ആ ഫോട്ടോ മാറുന്നില്ല. പക്ഷേ ഭഗവതി ചിരിക്കുന്നതായിട്ട് തോന്നുമ്പോൾ നല്ലത് നടക്കുന്നതും, വിഷമിച്ചിരിക്കുന്നതായിട്ട് തോന്നുമ്പോൾ വിഷമം വരുന്നതായിട്ടും അവർ പറയുന്നു. അത് അവരുടെ സൈക്കിയല്ലേ, അവരുടെ തോന്നലല്ലേ, അത് അവരുടെ വിശ്വാസമാണ്. അതിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അല്ലാതെ ഓ നിനക്ക് പ്രാന്താണ്, ആ ഫോട്ടോ ഒന്നും ആവുന്നില്ല, ഞാൻ സയൻറ്റിഫിക്കായിട്ട് ഞാൻ പ്രൂവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ക്യാമറ ഫിക്സ് ചെയ്ത് ലൈറ്റ് എടുക്കും. എന്തിനാണ് അവരങ്ങനെ വിശ്വസിക്കുന്നു? നല്ല കാര്യം, എന്നും ഭഗവതി പ്രസന്നമായിട്ടിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. ഇതിനെ ടോളറൻസ് എന്നോ അല്ലെങ്കിൽ സഹിഷ്ണുത എന്ന് പറയും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ശരിക്കും പഠിച്ചത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം സർവപാപേഭ്യോ മോക്ഷിഷ്യാമി മാ സുജ എന്നൊക്കെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ് എടുക്കുന്നതിന് പകരം വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞിരുന്ന ഒരു നാടാണ്. ആര് വന്നാലും നിങ്ങൾ വന്നോ വരും ഇരിക്കും, നമ്മൾ ഒരു കുടുംബം.
വിശ്വാസിയും വിശ്വാസി അല്ലാത്തവരും, നല്ലവനും ചീത്തയും, കള്ളനും ഇതും ആർക്കും ഒരു ഡിഫറൻസും ഇല്ല, എല്ലാവരും ഒരേപോലെ. ഇതിൻ്റെ പേര് സഹിഷ്ണുത. ഇപ്പൊ സാറിന് ഈ പറഞ്ഞ പോലെ ഒരുപാട് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ശരിയായ രീതിയിൽ പൊങ്കാല ഇടാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഇതിങ്ങനെ കാണുന്ന ആൾക്കാർ ശരിക്കും എങ്ങനെ പൊങ്കാല ഇടാന്ന് നേരെ ചൊവ്വ എങ്ങനെയാ കമന്റ് ചെയ്യണമെന്ന് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അവർ നിങ്ങൾ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? പൊങ്കാല ഇടാൻ അറിയാത്ത ആൾക്കാർ ഇടണ്ട. ഈ കമന്റ് ചെയ്യാൻ അറിയാത്തവർ കമന്റ് ചെയ്യട്ടെ. അവർക്ക് അറിയില്ല. അവർക്ക് ചൊറിഞ്ഞ് ഇങ്ങനെ തളച്ച് എന്തിന്റെ അസുഖമാണെന്നോ. ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചാൽ വേറൊരുത്തിന് എന്തിന്റെ കളിയാണ്. അപ്പൊ അതുപോലെ പൊങ്കാല ഇടാൻ അറിയാത്തതൊന്നുമില്ല. നമ്മളിപ്പോ നിങ്ങളുടെ മക്കള് സ്നേഹത്തോടുകൂടി നിങ്ങൾക്കൊരു ചായ ഇട്ട് തരുന്നു. മധുരം കൂടിയാലും പാല് കുറഞ്ഞാലും കടുപ്പം കൂടിയാലും കുറഞ്ഞാലും നന്നായിരിക്കണമെന്ന് നമ്മൾ പറയും. സ്നേഹം എന്നാണ് അതിൻ്റെ പേര്, അല്ലേ? അത്രയേ ഉള്ളൂ. അതുപോലെ ഒരു ഡിവൈൻ എനർജിക്ക് പൊങ്കാല ഇടാൻ അറിയാവോ അറിയില്ല എന്നുള്ളതൊന്നുമില്ല. പച്ചവെള്ളം തിളപ്പിച്ചിട്ട് അത് വേണമെങ്കിൽ രുചിച്ച് നോക്കാം. ചിലപ്പോൾ അതിന് വേറെ രുചിയുണ്ടാവും. അത് അൺസയൻറ്റിഫിക് ആണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കലത്തിൽ വെള്ളം തിളപ്പിച്ച് കുടിച്ചു പോകും. ആ മണ്ണിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ പേരാണ് വിശ്വാസം. ഈ മതങ്ങൾ മനുഷ്യ നിർമ്മിതമാണെന്നും അതുപോലെ തന്നെ ഈ സോഷ്യൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് വേണ്ടിയിട്ടാണ്. സോഷ്യൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മതങ്ങൾ ഉണ്ടായിന്ന് ആരാ പറഞ്ഞു? അതിനെക്കുറിച്ച് എന്താണ്? സോഷ്യൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല മതങ്ങൾ ഉണ്ടായത്. മനുഷ്യന് ഒരു വിശ്വാസം, ടു ഹോൾഡ് ഓൺ ടു സംതിങ്. അത്രയും. റിലീജിയൻ എന്ന വാക്കിന് നമ്മൾ രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി സ്ലേവ് ആവുക എന്നർത്ഥം. റൈറ്റ്? ഒന്നും കൂടി അടിമപ്പെടുക. എന്തിന്? ഒരു സിസ്റ്റത്തിന്, ഒരു ചിട്ടയ്ക്ക്. എല്ലാ ദിവസവും അമ്പലത്തിൽ പോകണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ മോസ്കിൽ പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചില ആചാരങ്ങളുണ്ട്. അത് പഠിപ്പിക്കാൻ ഒരു ആചാര്യനുണ്ട്. അവർ പഠിപ്പിക്കുന്നത് എന്താണ്? കുളിച്ച് വൃത്തിയായിട്ടേ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നതിന് മുന്നേ ഉസു ചെയ്യണം, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അത് വെൽബീയിങ്ങിൻ്റെ പാർട്ടാണ്. കുളിക്കുക എന്ന് പറഞ്ഞാൽ നീറ്റാവുക, ശരീരാരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ. നമസ്കരിക്കുക എന്ന് പറയുന്നത് നമ്മൾ അത്രത്തോളം ബോഡിക്കൊരു എക്സസൈസ് പോലെയാണ്. നിസ്കാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ വജ്രാസനത്തിലിരുന്ന് അവർ ബെൻഡ് ചെയ്ത് ഫോർവേഡ് വരുമ്പം സ്പൈനുള്ളൊരു എക്സസൈസാണ്. 5 നേരം നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഡയബറ്റീസ് വരത്തില്ല, കാരണം പാൻക്രിയാറ്റിക് എക്സസൈസാണ്. അപ്പോൾ അവർ 5 നേരം എല്ലാ പോയിന്റ്സ് വിച്ച് കുഡ് ഗെറ്റ് ഡേർട്ടി അതിനെ ക്ലീൻ ആക്കുകയും ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ബെൻഡ് ചെയ്യുന്നുണ്ട്, ഫോർവേഡ് ബെൻഡ് ചെയ്യുന്നുണ്ട്, ഇരുന്നിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്കൊരു വിശ്വാസമുണ്ട്. ആ ഫെയ്ത്ത് വിൽ ടേക്ക് ദം ഫോർവേഡ്. വെൽനെസ്, ഫെയ്ത്ത്, ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇതിൽ സോഷ്യൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ ആരെയും ഇടിച്ചു താട്ടാൻ വേണ്ടി ഒരു മതങ്ങളും പറഞ്ഞിട്ടില്ല. അത് മനുഷ്യർ പവറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ പവർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനാണ് ഇനി ഇതിൻ്റെ ലീഡർ എന്ന് പറയാൻ വേണ്ടി ബാക്കിയുള്ളവർ ഇടിച്ചു താത്തിയിട്ടുണ്ടാവും. അത് മതം പറഞ്ഞതല്ല. മതം എന്ന വാക്കിൻ്റെ അർത്ഥം തോട്ട്. റൈറ്റ്? രണ്ടുപേരും ഒരേപോലെ തോട്ട് വന്ന് ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേര് മതം. സമമായിട്ടുള്ള മതം. 2 തോട്ട്സും ഒരേപോലെ വന്നാൽ സമ്മതം. ദാറ്റ് ഇസ് എഗ്രിമെന്റ്. നമുക്ക് മതങ്ങളെക്കുറിച്ച് സമ്മതം മാത്രമേ അറിയൂ. എമ്മതവും സമ്മതം എന്ന് തമിഴിലൊരു വാക്കുണ്ട്. ഏത് മതമായാലും എനിക്ക് സമ്മതമാണ് എന്ന് വെച്ചാൽ എൻ്റെ മതം, എൻ്റെ തോട്ട് ആ തോട്ടുമായിട്ട് മേർജ് ചെയ്തു പോകും. സ്പെസിഫിക് എക്സാമ്പിൾ, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഇൻ പെർസ്യൂട്ട് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു ബുക്കിൻ്റെ വർക്ക് തുടങ്ങിയത്. അത് നിർത്തിയതിൻ്റെ റീസൺ ആ പ്രായത്തിൽ ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് ആരും വായിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കമ്പാരിറ്റീവ് റിലിജിയൻ പല ആൾക്കാരും തീസീസ് ആയിട്ടൊക്കെ എഴുതി അവർ സ്പെസിഫിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നല്ല കാര്യമാണ്. നമ്മളിപ്പോൾ ഭഗവത്ഗീതയിൽ ഒരു പെർട്ടിക്കുലർ വേഴ്സിൽ പറയുന്നുണ്ട്, നമ്മൾ എല്ലാ തരുന്നതും യോഗവും ക്ഷേമവും തരുന്നത് ഭഗവാനാണ് എന്ന് പറയുന്നു. അനന്യാശ്ചിന്തയന്തോമാം യേജന പരിപാസ്തേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമയം. ഇതാണ് ആ ശ്ലോകം. അപ്പോൾ ഇത് നമ്മൾ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഐ ഗിവ് മൈ ബോഡി ആസ് ബ്രെഡ് ആൻഡ് ബ്ലഡ് ആസ് വൈൻ ടു യു. ലാസ്റ്റ് സപ്പറിലെ ക്രൈസ്റ്റ് പറയുന്നു, എൻ്റെ ശരീരം അപ്പമായും എൻ്റെ രക്തം നിനക്ക് വീഞ്ഞായി നൽകും. ബ്രെഡ് എന്ന് പറയുന്നത്, അപ്പം എന്ന് പറയുന്നത് എന്നും ആവശ്യമുള്ളതാണ്. അതിൻ്റെ പേര് യോഗം. നമ്മൾ പ്രോസ്പെരിറ്റി, നമുക്ക് എന്തെങ്കിലും ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വൈൻ. അപ്പം ക്ഷേമം, യോഗക്ഷേമം വഹാമ്യഹം, ഞാനാണ് കൊണ്ടുവരുന്നത്. ഐ ഗിവ് മൈ ബോഡി ആസ് ബ്രെഡ് ആൻഡ് ബ്ലഡ് ആസ് വൈൻ ടു യു. യോഗക്ഷേമം വഹാമ്യഹം, സെയിം കോൺസെപ്റ്റ്.
ഒരു ഇസ്ലാമിൽ ഒരാൾ മരിക്കുന്ന സമയത്ത് പറയുന്നത് ഇന്നല്ലാഹി വ ഇന്നല്ലാഹി വ റാജിഊൻ, എല്ലാം വരുന്നതും തിരിച്ചു പോകുന്നതും ആ പടച്ചവനിലേക്ക്. എവിടെയാ ഡിഫറൻസ് ഇല്ല. മതങ്ങൾ മനുഷ്യനെ തെറ്റായ വഴിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപാധി മാത്രം.